ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വണ്ടർഫുൾ ഐഡിയാസ്. ഇന്ന് നമുക്ക് നല്ലൊരു പുതിയ കിടിലൻ ഐറ്റം പരിചയപ്പെടാം. ഉരുളക്കിഴങ്ങ് വെച്ച് പൊട്ടാറ്റോ വെച്ച് നമുക്ക് നല്ലൊരു ഐറ്റം ചിക്കനും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി 2 ഓനിയൻ ഞാൻ നൈസായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയില, കറിവേപ്പില, പുതിനയില അല്പം ചെറുതായി അരിഞ്ഞത് വേണം. അതുപോലെ ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇവയൊക്കെയാണ് ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടി വേണ്ടത്. അതുകൂടാതെ കുറച്ച് പൊടികളും ആവശ്യമുണ്ട്, അത് ഞാൻ പറയാം. കോറിയാൻഡർ പൗഡർ, ക്യൂമിൻ പൗഡർ, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല എന്നിവയാണ്. അല്പം സോൾട്ടും. സവാള, പച്ചമുളക്, മല്ലിയില എന്നിവയെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ചേർക്കാം. ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് വേവിച്ച് അത് ചെറിയ ചെറിയ പീസുകളാക്കിയതാണ്. ഇതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തും നല്ലോണം യോജിക്കണം. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നൈസായി അരിഞ്ഞെടുക്കണം. ഇതിന് വേണ്ടി ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, വലുത് 4 എണ്ണം. ഇതുപോലെ ഓരോന്നും ഒരേപോലെ നൈസായി കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലേക്കും ആവുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായി ചൂടായതിന് ശേഷം മാത്രം ഓരോ പീസസായി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആവേണ്ടതില്ല, ഒന്ന് ഹാഫ് ഫ്രൈ ആയാൽ മതി, മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത്രയും മതി, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഇത്രയും മൊരിഞ്ഞാൽ മതി, അധികമാവരുത്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒരല്പം ഉപ്പിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ആവുന്നത് വരെ ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത്, നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്, അല്പം എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവുന്നത് അല്പം മതി, അധികമൊന്നും വേണ്ട. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട പകുതി ഭാഗം ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അതെല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായി കൈവച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടാറ്റോ അതിൻ്റെ മേലെ ഓരോന്നോരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മുഴുവനായി എല്ലാ ഭാഗവും കവർ ചെയ്ത് വേണം വെക്കാനായിട്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മുടെ ബാക്കിയുള്ള മുട്ട കൂടി ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൈകൊണ്ട് നമുക്ക് ആക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അരികൊന്ന് മെല്ലെ അടർത്തി കൊടുത്ത് കത്തി വെച്ച് അടർത്തി കൊടുത്ത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 15 മിനിറ്റ് അതുപോലെ തന്നെ അല്ലെങ്കിൽ 10 മിനിറ്റ് സിമ്മിൽ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. മറ്റേ ഭാഗവും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കണം. ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് നമുക്ക് മാറ്റാം. ഇപ്പോൾ നല്ല അടിപൊളി നമ്മുടെ പൊട്ടാറ്റോ ചിക്കൻ കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരും വരേക്കും ബൈ. താങ്ക് യു.